അതായത് നേരത്തെ തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്തതാണ്. അവിടെ INS സൂറത്ത് ഇന്ത്യൻ നേവിയുടെ കപ്പലെത്തി. INS സത്ലജ് കൊച്ചിയിൽ നിന്നും സദേൺ നാവൽ കമാൻഡിൽ നിന്നും പുറപ്പെട്ടു. ഇത് കൂടാതെയാണ് മറ്റൊരു ഫയർ ഫൈറ്റിംഗ് കപ്പലിനെ കോസ്റ്റ് ഗാർഡ് അയച്ചിരിക്കുന്നത്. കോസ്റ്റ് ഗാർഡിൻ്റെ ICGS സമൃദ്ധാണ് ഇപ്പോൾ ദുരന്തമുഖത്തേക്ക് നീങ്ങുന്നത്. ഇതുകൂടാതെ തന്നെ 5 കപ്പലുകൾ ഈ കോസ്റ്റ് ഗാർഡിൻ്റെ തന്നെ അവിടെയുണ്ട്. ഇപ്പോൾ 6ാമത്തെ കപ്പലായാണ് ഇപ്പോൾ ഇത് പോകുന്നത്, ICGS സമൃദ്ധ പോകുന്നത്. ഇതുകൂടാതെ INS സൂറത്തുണ്ട്. അതുകൂടാതെ മറ്റൊരു കപ്പൽ INS സത്ലജ് കൂടി പോകുന്നു. സത്ലജ് കൂടി അവിടെ എത്തുമ്പോൾ ആകെയുള്ള കപ്പലുകളുടെ എണ്ണം 5-6 ICGS കപ്പലും ഇന്ത്യൻ നേവിയുടെ 2 കപ്പലുമായി 8 കപ്പലുകളായി മാറുന്നു എന്നുള്ളതാണ്. ഇതുകൂടാതെയാണ് ബേപ്പൂരിൽ നിന്നും പോയ ചാർലി വെസലാണ് ഇപ്പോൾ കാണാതായ 4 പേർക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നത് എന്നതാണ് നമുക്ക് കോസ്റ്റ് ഗാർഡ് ഓപ്പറേഷൻ കമാൻഡിൽ നിന്നും വിവരം ലഭിക്കുന്നത്. ഈ വാർത്തയാണ് ഏറ്റവും പുതിയത്. 5 കപ്പലുകൾ നിലവിലവിടെ ICGSൻ്റെതുണ്ട്, കോസ്റ്റ് ഗാർഡിൻ്റെതുണ്ട്. 6ാമത്തെ കപ്പൽ അയച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഉന്മേഷ്. ദീപക്, ഇപ്പോൾ അവിടെ ഈ രക്ഷാദൗത്യത്തിന്റെ ഭാഗമായി എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്? ഈ 4 പേരെ കാണാതായിട്ടില്ല, ഒരു ഭാഗത്ത് തിരച്ചിൽ നടക്കുന്നുണ്ട്. ഈ തീ അത് പൂർണ്ണമായും ഇപ്പോൾ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പുതിയ വിവരങ്ങൾ ഇപ്പോൾ കിട്ടുന്നുണ്ടോ ദീപക്? കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് അവിടെ നിന്നും വിവരങ്ങൾ വളരെ കൃത്യമായി സ്ക്രീൻ ചെയ്ത് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് നൽകുകയാണ് ചെയ്യുന്നത്. അതിൽ ലഭ്യമായ വിവരം എങ്ങനെയാണ്? ഈ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ചാർലി 144 ആ വെസലാണ് ഈ തെരച്ചിൽ നടത്തുന്നത്. അതായത് 4 പേരെ കാണാതായതിൻ്റെ തിരച്ചിൽ നടത്തുന്നത്. മറ്റൊന്ന് INSൻ്റെ പ്രവർത്തനം, INS സുദർശിനിയുടെ INS സൂറത്തിൻ്റെ പ്രവർത്തനം അവിടെ എത്തിക്കഴിഞ്ഞു. അത് ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ 5 കോസ്റ്റ് ഗാർഡ് കപ്പലുകളിൽ ഒരെണ്ണം തിരച്ചിലിൻ്റെ ഭാഗമായും രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായും നിർത്തിക്കൊണ്ട് ബാക്കി കപ്പലുകളെല്ലാം തന്നെ ഈ കമ്പൈൻഡ് ഫയർ ഫൈറ്റിംഗ് നടത്തുകയാണ്. ഈ ഫയർ ഫൈറ്റിംഗ് ദുഷ്കരമാണ്, കാരണം തീ പെട്ടെന്ന് അണയുന്നില്ല എന്നുള്ളതാണ് വിവരം. ഈ ഫയർ ഫൈറ്റിംഗ് നടത്തുമ്പോൾ തന്നെ, അപ്പർ ഡെക്കിൽ അത് നടത്തുമ്പോൾ തന്നെ ലോവർ ഡെക്കിനെ ചില്ല് ചെയ്യുക, അതുപോലെ തന്നെ ഈ കപ്പലിൻ്റെ മെറ്റൽ വളരെ ചൂടായി നിൽക്കുന്നതാണ്, അതിനെ ചില്ല് ചെയ്യുക. ഈ ദൗത്യം കൂടി ഈ കപ്പലുകൾ നിർവഹിക്കുന്നു. അതുകൊണ്ടാണ് കൂടുതൽ ദുഷ്കരമാണ് ഈ പ്രവർത്തനം എന്ന് പറയുന്നത്. ഫയർ ഫൈറ്റിങ്ങിന് കൂടുതൽ കപ്പലുകൾ വേണമെന്ന് ഓപ്പറേഷൻ കമാൻഡിന് തോന്നി. അങ്ങനെ ഒരു തീരുമാനമെടുത്തു. അത് പ്രോട്ടോകോൾ പ്രകാരം അടുത്ത ഓപ്പറേഷൻ കപ്പലായ ഈ സമൃദ്ധിനെ അയച്ചിരിക്കുന്നു. സമൃദ്ധ ആണെങ്കിൽ ഫയർ ഫൈറ്റിങ്ങിൽ മികവ് പുലർത്തുന്ന ഒരു കോസ്റ്റ് ഗാർഡ് കപ്പലാണ് ഉന്മേഷ്. ഇപ്പോൾ ദീപക്, ഈ പരിക്കേറ്റവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അവരെ ഏത് തീരത്തേക്ക് എത്തിക്കുമെന്നതിൽ ഇപ്പോഴും കൃത്യമായ വിവരങ്ങളുണ്ടോ? നേരത്തെ ബേപ്പൂരിൽ ഒരുക്കങ്ങളുണ്ടായിരുന്നു, അതെല്ലാം മംഗലാപുരത്തേക്ക് എത്തിക്കുമെന്നൊക്കെ വിവരങ്ങളുണ്ടായിരുന്നല്ലോ. ഇക്കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണമുണ്ടോ ഇപ്പോൾ? ഇതിൽ ഡോക്ടർ ഉന്മേഷ്, ഔദ്യോഗികമായൊരു തീരുമാനം വന്നില്ലെങ്കിലും നമുക്ക് സോഴ്സ് ഇൻഫർമേഷൻ ലഭിക്കുന്നത് മംഗലാപുരത്തേക്കായിരിക്കും എന്നുള്ളതാണ്. കാരണം ഈ കോസ്റ്റ് ഗാർഡിൻ്റെ വലിയ കപ്പലുകളൊന്നും തന്നെ ബേപ്പൂരിലോ അഴീക്കലേക്കോ അടുക്കാൻ പറ്റില്ല, കാരണം ഡെപ്ത് വളരെ കുറവാണ്. അപ്പോൾ ചികിത്സ ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ പ്രാഥമിക ചികിത്സ കപ്പലിൽ നൽകി അവരെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഈ കരയിലേക്ക് എത്തിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് മംഗലാപുരമാണ് സാധ്യത എന്നുള്ളതാണ് അനൗദ്യോഗികമായി നമുക്ക് സോഴ്സ് ഇൻഫർമേഷൻ. അതായത് ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല, പക്ഷേ ബേപ്പൂരിലേക്കായിരിക്കില്ല, മംഗലാപുരത്തേക്കായിരിക്കും കൊണ്ടുപോവുക എന്നുള്ളതാണ് ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ അനൗദ്യോഗികമായി അറിയാൻ സാധിച്ചത് ഉന്മേഷ്.